ഹലോ ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ബാക്ക് ടു ദി സീരീസ് ദി റൈസ് ഓഫ് എ വണ്ടർ വുമൺ. അതേപോലെ എൻ്റെ ചില ആൺ സുഹൃത്തുക്കളും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. നമ്മൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പം എല്ലാവരും ചിലപ്പോൾ ന്യൂ ഗോൾസും റെസൊല്യൂഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പുതുവർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് റെസൊല്യൂഷൻ, ഇറ്റ്സ് അബൌട്ട് ഇൻറ്റൻഷൻ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2025 റിഫ്ലക്ഷൻ ആൻഡ് 2026 ഇൻറ്റൻഷൻ. 2026ലേക്ക് കടന്നപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പം ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ വന്നത് എൻഡ് ഓഫ് ദി ഇയർ നമുക്കുണ്ടായിട്ടുള്ളൊരു പ്രതീക്ഷിക്കാത്ത ചില ചാലഞ്ചസ് അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് അയ്യോ ഈ 2025 ഒരു വല്ലാത്ത വർഷമായി പോയല്ലോ എന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗാലറിയിൽ നോക്കിയപ്പം കഴിഞ്ഞ ജാനുവരി തൊട്ടിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ചില നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ളത്. അതായത് ചാലഞ്ചസിനപ്പുറം കുറേ നല്ല കാര്യങ്ങളും കഴിഞ്ഞ വർഷം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ വരുമ്പം നമ്മുടെ ഫോക്കസ് മുഴുവൻ അതിലോട്ടേക്ക് മാറുമ്പം നമ്മുടെ ലൈഫിൽ നടക്കുന്ന മറ്റു നല്ല കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. സോ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 2025 ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയാണ് പോയത് എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ചോദ്യവും നമ്മളോട് തന്നെ ചോദിക്കാൻ പോവാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡിഡ് മൈ ബോഡി ഫീൽ മോസ്റ്റ് ഓഫ് ദി ഇയർ? അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ ബോഡി എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു ചോദ്യം ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് 2025 എന്ന് പറയുന്നത് മോസ്റ്റ്ലി എനിക്കൊരു ഹീലിംഗ് ആണ് എൻ്റെ ബോഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ പീസ്, ഇതൊക്കെയാണ് 2025 ആലോചിക്കുമ്പം എനിക്ക് മോസ്റ്റ്ലി തോന്നുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചാലഞ്ച് വന്നപ്പോഴും എനിക്കത് സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളി മൂഡ് ലോ ആയിട്ടിരിക്കുന്നതിന് പകരം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഈ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേസമയം അതിന് മുമ്പത്തെ 1-2 വർഷം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മോസ്റ്റ്ലി ഒരു ആൻഷ്യസ് ആയിരുന്നു എൻ്റെ ബോഡി. ആൻഷ്യസ്, ഫിയർ, ഇതൊക്കെയായിരുന്നു എനിക്ക് അതിന് മുമ്പത്തെ വർഷങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം അത് മോസ്റ്റ്ലി ഹീലിംഗ്, അതേപോലെ ഫിയർലെസ് എന്നും കൂടി വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് കഴിഞ്ഞ വർഷം പേടി തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് ആക്ച്വലി ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ട്രൂലി ഗേവ് മീ പീസ് ഇൻ 2025? അതായത് 2025 എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകിയിട്ടുള്ള കാര്യം എന്തായിരിക്കും? അപ്പം ഇത് നിങ്ങളെ ഓരോരുത്തരോടും ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ലേണിംഗ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങൾ കുറേയൊക്കെ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പീസ് തന്നിട്ടുള്ളൊരു കാര്യം. അടുത്ത ചോദ്യം, വാട്ട് ഡ്രെയിൻ മൈ എനർജി? അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ എനർജി ഡ്രെയിൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തോട്ട് വന്നിട്ടുള്ള ചില ചാലഞ്ചസ് എൻ്റെ എനർജി ഡ്രെയിൻ ഔട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ആ ഒരു ഫുൾ ഡേ ആ ഒരു ലോ മൂഡിലേക്ക് പോകുന്നതിന് പകരം എൻ്റെ എനർജി തിരിച്ചു പിടിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ലേണിങ്സ് ആണ്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, ഹൗ പ്രസൻറ്റ് വാസ് ഐ വിത്ത് മൈ ചൈൽഡ്? അതായത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ എത്രത്തോളം പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഈ ഒരു വർഷമാണ് ജോലിക്ക് തിരിച്ചു കയറിയത്. അപ്പോൾ മുമ്പത്തെ വർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞാൻ കുഞ്ഞിൻ്റെ കൂടെ കൂടുതൽ നേരം ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇയർ അല്ല കഴിഞ്ഞ വർഷം. പക്ഷെ ഞാൻ ഉണ്ടാകുന്ന സമയത്തെല്ലാം കൂടുതൽ കുഞ്ഞിൻ്റെ കൂടെ പ്രസൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ഐ ഗ്രോ ആസ് എ വിമൻ ഓർ ആസ് എ മദർ? എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർ ഇൻ മൈ ലൈഫ്. കാരണം എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റിയിട്ടൊരു വർഷമായിരുന്നു 2025. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ഐ ലേൺ അബൌട്ട് മൈസെൽഫ് ഇൻ 2025? അതായത് നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് ഞാൻ വളരെ ഇമോഷണലി വീക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഞാൻ വളരെയധികം ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അടുത്ത ചോദ്യം, ഹൗ വാസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മണി ആൻഡ് വർക്ക്? അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സേവിങ്സ് ഉണ്ടായിരുന്നോ?
അല്ല നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിൽ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചിലവുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ടോ, അല്ല എന്തെങ്കിലും കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അതൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു 8ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് റിലേഷൻഷിപ്സ് ഫെൽറ്റ് നറിഷിങ്. അതായത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ പാർട്ട്ണർ, അതല്ല ഏതെങ്കിലും ഫ്രണ്ട്സ്, ആരുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് നിങ്ങളെ ഒരു പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു കരിയർ ഗ്രോത്ത് മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഏൺ ചെയ്യുക, നമ്മളെ പ്രൊഫഷണലി നമ്മൾ ഭയങ്കരമായിട്ട് വളരുക, ഇതൊക്കെ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പല ഏരിയാസ് ഉണ്ടെന്നും, അതായത് നമ്മുടെ ഫാമിലി, മറ്റ് റിലേഷൻഷിപ്സ്, നമ്മുടെ ഹെൽത്ത്, നമ്മളെ ലൈഫിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന റോൾസ്, അതായത് ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ ഫ്രണ്ട്, അങ്ങനെ എല്ലാ റോൾസിലും നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ഒരിക്കലും അനലൈസ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഗോളായിട്ട് നമ്മളൊരു കരിയർ മാത്രമാണ് സെറ്റ് ചെയ്യാറ്. ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഡിഡ് ഐ ഫീൽ കണക്റ്റഡ് ടു സംതിങ് ഗ്രേറ്റർ. അതായത് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന സംഗതിക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ശക്തി തരാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വർഷമാണ് 2025. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു ദൈവവിശ്വാസിയായിരുന്നു. പക്ഷേ കുറച്ച് വളർന്ന് മെച്യൂരിറ്റി ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ സയൻസിൽ മാത്രം വിശ്വസിക്കാൻ തുടങ്ങി. അതായത് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും എൻ്റെ മോക്ക് പോലും ഞാനിങ്ങനെ ദൈവം എന്ന് പറയുന്നൊരു വാക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ വളരെയധികം മാനസികമായി ഡൗൺ ആയിരിക്കുന്ന ഒരു ഫേസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ മനസ്സ് ദുർബലമാവുമ്പം നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കാതിരിക്കുകയും നമുക്ക് ആ ഒരു ഫേസ് ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് പുറമേ നിന്നൊരു കൈത്താങ് വേണമെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫേസ് എനിക്കുണ്ടായ സമയത്ത് ഞാനും ഇങ്ങനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. കാരണം എനിക്കതപ്പോൾ അത്യാവശ്യമായിരുന്നു. ആ ഒരു വിശ്വാസം സത്യത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫേസ് ഓവർകം ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പം എനിക്കറിയാം ഈ പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്ന സാധനവും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന്. ദൈവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പവറിൽ വിശ്വസിക്കുമ്പം നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത്, ആ ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ്. പക്ഷേ അപ്പോഴും ഞാൻ അങ്ങനെ ഒരു എക്സ്റ്റേണൽ പവർ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മളോട് തന്നെയുള്ള വിശ്വാസമായാലും അതല്ല നമുക്ക് പുറമേ ഒരു എക്സ്റ്റേണൽ പവറിനോടുള്ള വിശ്വാസമായാലും, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അതായത് നമ്മളൊരു ഇന്നർ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളൊരു തിരിച്ചറിവ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളൊരു വർഷം കൂടിയാണ് 2025. സോ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളെ നറിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതേപോലെ നമ്മളെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവെയർ ആവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വർഷം നമുക്ക് ഏതെങ്കിലും രീതിയിൽ കുറച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്താനോ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളെ കഴിഞ്ഞ വർഷം നറിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ഇൻറ്റൻഷൻ, അതായത് നമ്മളുടെ ഈ ഒരു വർഷത്തെ ഇൻറ്റൻഷൻ എന്താണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു ടാസ്ക് ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങൾ അടുത്ത വർഷം ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് കൂടുതൽ പ്രഷറാണ് തരുന്നത്. അതിന് പകരം നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്യുന്നത് ഇൻറ്റൻഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു ഐ വാണ്ട് മൈ ബോഡി ടു ഫീൽ ഇൻ 2026. അതായത് ഈ 2026 എന്ന് പറയുന്ന വർഷത്തിൽ എനിക്ക് എൻ്റെ ബോഡി എങ്ങനെ ഫീൽ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒബ്വിയസ്ലി നമുക്ക് എന്തായിരിക്കണം, ജോയ്ഫുൾ അല്ലെങ്കിൽ ഹാപ്പി, കാം, സ്ട്രോങ്, കോൺഫിഡൻറ്റ്, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് എ മദർ ഓർ എ വിമൻ ഐ ചൂസ് ടു ബി. അതായത് എങ്ങനെയുള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ അമ്മയാണ് എനിക്ക് ഈ ഒരു വർഷം ആവേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ നീഡ് ടു ബി എ കാം മദർ, എ കോൺഫിഡൻറ്റ് മദർ, എ സ്ട്രോങ് മദർ, എൻ അണ്ടർസ്റ്റാൻഡിങ് മദർ, പിന്നെ അതേപോലെ കുറേയും കൂടെ പ്ലേഫുൾ ആയിട്ടുള്ള, കുഞ്ഞിൻ്റെ കൂടെ കുറേ അധികം സമയം ചെലവഴിക്കുന്ന അങ്ങനത്തെ ഒരു അമ്മയാവണമെന്നാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ. അതേപോലെ നിങ്ങൾക്ക് മദർ അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു സ്ത്രീ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് എഴുതാം. ആദ്യം എന്ന് പറയുന്നത് വിച്ച് റിലേഷൻഷിപ്പ് ഡു ഐ വാണ്ട് ടു സ്ട്രെങ്തൻ. അതായത് എൻ്റെ ലൈഫിലെ ഏത് റിലേഷൻഷിപ്സ് ആയിരിക്കണം എനിക്ക്
അതായത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന റിലേഷൻഷിപ്സ്. പക്ഷേ അത് ഈ ഒരു വർഷം എനിക്കതിനെ നറിഷ് ചെയ്യണം എന്ന് തോന്നുന്ന റിലേഷൻഷിപ്സ് എന്തായിരിക്കും? മേ ബി നിങ്ങളുടെ പാരൻസ് ആവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആവാം. അതായത് ഒരു കാലത്ത് നിങ്ങളുമായിട്ട് വളരെയധികം സൗഹൃദമുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു യാത്രയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഏത് റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് നറിഷ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ജോലി തിരക്കിൻ്റെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ നമ്മൾ മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കാറില്ല. ജോലി ചെയ്യുക, ജോലി ചെയ്തിട്ടുള്ള ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നതിനപ്പുറത്തേക്ക് പക്ഷേ ഈ ഒരു യാത്രയിൽ നമുക്കൊരു സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും അതിനുവേണ്ടി ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു വർഷം കൂടിയായി നമുക്കിതിനെ കണക്കാക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്സാണ്. അതായത് നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ചോദ്യം, വാട്ട് മസ്റ്റ് ഐ പ്രൊട്ടക്ട് മൈ എനർജി ഫ്രം? അതായത് ഞാൻ എൻ്റെ എനർജീനെ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഐ ആം എൻ ഓവർ ഗിവിങ് പേഴ്സൺ. അതായത് എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പലപ്പോഴും എൻ്റെ എനർജി ഡ്രെയിൻ ഔട്ട് ആക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതുപോലെ നിങ്ങളും ഭയങ്കര ഓവർ ഗിവിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആവാം, പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം. സോ അതെന്താണെന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയ കാരണം ഞാൻ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോകും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹൗ ഡു ഐ വാണ്ട് ടു ഫീൽ അബൌട്ട് മണി ഇൻ 2026? സോ ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് മണി ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്ലി. ഈ ഒരു മൈൻഡ് സെറ്റാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതെനിക്കിപ്പോൾ ഒരുപാട് പൈസ സാലറി ഉള്ളത് കൊണ്ടല്ല, പക്ഷേ അതായത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി അട്രാക്ട്സ് ക്ലാരിറ്റി, നോട്ട് ആൻസൈറ്റി. അതായത് നമ്മൾ ഭയങ്കര ആൻഷ്യസ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നമുക്കൊരിക്കലും ലൈഫിൽ ഒന്നും ആവാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒന്നുമില്ലാത്ത സമയത്തും നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, വാട്ട് ഡസ് സക്സസ് മീൻ ടു മീ ഇൻ 2026? എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ്? വാട്ട് വൺ ഹാബിറ്റ് വിച്ച് കുഡ് ചേഞ്ച് എവറിത്തിങ് ഇൻ 2026? അതായത് എന്തെങ്കിലും ഒരു ശീലം, അത് നിങ്ങൾക്ക് നിങ്ങളെ 2026 മാറ്റിമറിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു ശീലം ഉണ്ടെങ്കിൽ അത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതായിരിക്കും. അതായത് ഞാൻ രാവിലെ ഒരു 1-2 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു വർഷത്തെ ശ്രമം. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ്, അറ്റ് ദി എൻഡ് ഓഫ് 2026 വാട്ട് ഡു യു വാണ്ട് ടു ഫീൽ പ്രൗഡ് ഓഫ്? അതായത് ഈ ഒരു 2026 അവസാനിക്കുമ്പം എന്ത് കാര്യം ചെയ്താലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആവുക, നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ട്? സോ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസും ഇൻറ്റൻഷൻ ക്വസ്റ്റ്യൻസും നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. അത് 2026 എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, ആ ഒരു വർഷം കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടും. ഇനി കഴിഞ്ഞൊരു വർഷം, അതായത് 2025 നിങ്ങൾക്ക് എത്ര മോശപ്പെട്ട ഒരു വർഷമായിരുന്നെങ്കിലും ഞാൻ പറയുന്നു, അത് ഒരിക്കലും വേസ്റ്റായിട്ട് നിങ്ങൾ കരുതരുത്. ഇറ്റ് ഷേപ്ഡ് യു. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആൻഡ് 2026 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ടു ബി കോൺകേർഡ്, ഇറ്റ്സ് ടു ബി ലിവ്ഡ്. അതായത് നമുക്ക് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നുള്ളൊരു ധാരണയിൽ കാലെടുത്ത് വയ്ക്കാതെ വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കാനുള്ള ഒരു വർഷം എന്നുള്ള രീതിക്ക് നമുക്ക് 2026 കാണാം. അതായത് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ പീസ്ഫുൾ, നമ്മൾ കാമായി, നമ്മുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് 2026 പ്രവേശിക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഈ ഒരു 2026 എന്ന വർഷം എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. See you in the next video. അതുവരെ എല്ലാവർക്കും താങ്ക് യു.